ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിന്ന് അടുക്കളയിലേക്ക് ചെന്നാൽ നമുക്കിന്ന് ഇടിയപ്പവും കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ മക്കൾക്ക് കഴിക്കാൻ കൊടുക്കുകയാണ്. അവരൊരു സിനിമ കാണാൻ ചേർത്തലയിൽ പോവുകയാണ് കേട്ടോ, പ്രേമലു സിനിമ. അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതേ നമ്മൾ ഉച്ചയ്ക്ക് ഇന്ന് അരിയടുപ്പത്തിട്ടത് പുറത്തടുപ്പിലാണ് കേട്ടോ. അപ്പോൾ പുറത്തൊരു ഷീറ്റൊക്കെ വളച്ച് കെട്ടിയിട്ട് അച്ഛൻ തന്നെ അടുപ്പ് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര കാറ്റായതുകൊണ്ടേ പുറത്ത് ഇലയൊക്കെ എപ്പോഴും പറന്ന് വീഴുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പുറത്തടുപ്പിൽ വെക്കാറില്ല. കൂടുതൽ ആളുള്ളപ്പോൾ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ. ഞങ്ങൾ മാത്രം ഉള്ളപ്പോൾ ഞാൻ കുക്കറിൽ തന്നെ ഇടുന്നത്. ഇവിടെ അകത്ത് അടുപ്പൊന്നുമില്ല. അവർക്ക് നേരത്തെ പുകയില്ലാത്ത അടുപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവർ പൊളിച്ച് മാറ്റിയെന്നാണ് പറയുന്നത്. ഇപ്പം ഗ്യാസ് അടുപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വാടക വീടാണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ. അപ്പോൾ നമുക്കിന്നൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കണം. അച്ഛൻ വന്നപ്പോൾ കുറച്ച് നാടൻ കോവയ്ക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വഴുതനങ്ങയും പൊള്ളിച്ചെടുക്കണം. ഇത് പഞ്ചിങ് സ്മൈൽ ബോളാണ് കേട്ടോ. ഇത് നമ്മുടെ കൈയുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും കൈയുടെ എക്സർസൈസിന് വേണ്ടിയിട്ട് മോനെ എനിക്ക് വാങ്ങിച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അസ്ഥിക്ക് നല്ല വേദനയൊക്കെ ഉണ്ടായിരുന്നു കൈക്ക്. കൈ ഒന്ന് അടിച്ചു കൊണ്ടതിന് ശേഷം ഇതുവരെയും പൂർണ്ണമായിട്ടും മാറിയിട്ടൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനതിപ്പോൾ അടുക്കളയിൽ കൊണ്ട് വെച്ചത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു കൈക്ക് ഒരു എക്സർസൈസ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അല്ലെങ്കിൽ മറന്നു പോകും, ഞാൻ ചെയ്യുന്ന കാര്യം വിട്ടുപോകും. അപ്പോൾ നമ്മുടെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ വഴുതനങ്ങ ഞാൻ നേരത്തെ തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് വെള്ളത്തിൽ അരിഞ്ഞ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അറിയത്തില്ലല്ലോ നമുക്ക് നാടനാണോ ഇല്ലയെന്ന്. ചിലത് കഴിക്കുന്നുണ്ടാവും. അപ്പോൾ അത് കയ്പ്പ് രസം പോട്ടെ എന്നോർത്ത് അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൽ നിന്ന് കഴുകി വാരി എടുത്ത് ചട്ടിയിലാക്കി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് ഞാൻ അടുപ്പത്ത് വയ്ക്കുകയാണ് കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് വഴുതനങ്ങ പൊള്ളിച്ചെടുക്കാറ്. തേങ്ങാപ്പാലിലും പൊള്ളിക്കും. എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കോവയ്ക്കായും റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് മുളക് പൊടി ഇട്ടിട്ട് അതും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ കോവയ്ക്ക മെഴുക്ക് പുരട്ടിയും റെഡിയാണ്. അപ്പോൾ ഇന്ന് മീനൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഇന്നലെ വൈകിട്ട് വങ്കട വാങ്ങിച്ച് കറി വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മതിയാവും. അപ്പോൾ ഇന്നിപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ കേട്ടോ ഉച്ചയ്ക്കുള്ള ഊണ്. ഞങ്ങൾ മാത്രമേ ഇന്നുള്ളൂ. കാര്യം മോനും മോളും ഇന്ന് പുറത്തുനിന്ന് കഴിച്ചിട്ടേ വരത്തുള്ളൂ. അതുകൊണ്ട് അവർക്ക് ഉച്ചയ്ക്ക് വേണ്ട. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കൂട്ടി ഊണൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 2 മണിയൊക്കെ ആയി മക്കൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഇടിക്കാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നാളെ കാണാം. ടാറ്റാ.